വലിയൊരു ക്ലയൻസ് ആദർശിനെ കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൂർത്തിസ് ജ്വല്ലറി ആയിട്ട് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പം അത് ഞങ്ങൾക്ക് നല്ലൊരു പ്ലഷർ തന്നെയാണ് എന്ന് ആദർശ് പറയുന്നുണ്ട്. മൂർത്തി സാറിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഞങ്ങൾ പണ്ടെങ്ങാണ്ടോ ഒന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ, പിന്നെ ഫീച്ചേഴ്സ് വഴി വായിച്ചതൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓഫീസിലെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുമ്പം എങ്കിലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്ന ഒരു താല്പര്യമുണ്ടെന്ന് പറയുകയാണ് അവർ. എന്നാൽ ശരി പോന്നോളൂ എന്ന് പറയുന്നുണ്ട്. രാവിലെ തന്നെ നയന കോലം വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ദയവ് ചെയ്ത് നീ ഇവിടെ കോലം വരച്ചൊന്നും കുളവാക്കണ്ട, ഇന്നേ വലിയൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട്, നയനമോളുടെ കോലത്തിൻ്റെ ഐശ്വര്യമാണ് ഈ വീട് മുഴുവനും, അവരൊന്ന് കണ്ട ഇതിന് ഐശ്വര്യം കൂടത്തേ ഉള്ളൂ, അവർക്ക് സന്തോഷമാകത്തേ ഉള്ളൂ എന്ന് ആദർശ് പറയുന്നുണ്ട്. നയന വീണ്ടും കോലം വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നയന എന്നത്തേതിലും പതിവിലും വ്യത്യാസമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കോലം വരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഒരു ഉച്ചയ്ക്ക് സമയത്തൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒരു 2-3 പേര് വരികയാണ്. വന്ന് സെക്യൂരിറ്റി തുറന്നിടുമ്പോഴേക്കും അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ വന്ന് ആദ്യം കാണുന്ന തന്നെ ആ കോലമാണ് കേട്ടോ. ആ കോലം കണ്ട് അവരിങ്ങനെ കണ്ണും മഞ്ഞളിച്ച് നിൽക്കുകയാണ്. 3 പേരും ചുറ്റും നടന്ന് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവരുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്, അകത്തേക്ക് കയറി വന്ന് പറയുമ്പോഴേക്കും അവർ പറയാണ്, അല്ല ഞങ്ങൾ ഈ കോലത്തിൻ്റെ ഭംഗി കണ്ട് നിന്ന് പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഒന്നും വല്ലാണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശനപ്പം അവനെന്നൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവർ പറയാണ്, ഇത്രയും ഭംഗിയായിട്ട് ആരായി കോലം വരച്ച്, ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്, സർവ്വ ദൈവങ്ങളെയും ഇതിനകത്ത് കൊണ്ട് കുടിയിരുത്തിയേക്കാം, ഈ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര മനോഹരവും അതിലുപരി ഇത് വീടിന് ഐശ്വര്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഓർക്കാണ്, ഇവരെന്താ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ആര് വന്നാലും അവളെ പുകഴ്ത്താനുള്ള സമയം എന്നിങ്ങനെ മനസ്സിൽ കരുതാണ്. ഇതേ സമയത്ത് തന്നെ അവർ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് പറയാണ്, ഈ ഫോട്ടോസൊക്കെ നിങ്ങൾ എടുക്കുകയാണ്, ഞങ്ങൾക്കും ഈ ഐശ്വര്യം വേണ്ടേ, അവിടെ പോയിട്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് ആ ആളിരുന്നിട്ട് അവർ പറയാണ്, എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. മൂർത്തി പറയാണ്, ഒരിക്കലും ഇല്ല, ഇങ്ങോട്ടേക്ക് ഒരു അതിഥി എന്ന് പറഞ്ഞാൽ അത് അനന്തപുരിക്ക് വലിയൊരു അഭിമാനം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പം ഇല്ല, ആരാന്ന് ചോദിക്കുമ്പം മൂർത്തി സാറ് ആദ്യമായിട്ട് ജ്വല്ലറിൽ നിന്ന് സാധനമൊക്കെ എടുത്തത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്, അത് ഓർക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. ഓഹോ, നിങ്ങളായിരുന്നല്ലേ, ദിവാകരൻ്റെ മക്കളാണ് നിങ്ങൾ, ഇത്രയ്ക്കും വലുതായോ, അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്ന് എനിക്ക് ആദ്യമായിട്ട് എന്നെ സഹായിച്ചതും എന്നെ നിലത്താൻ എൻ്റെ ഇതിനൊക്കെ സഹായിച്ചതൊക്കെ അയാളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 2-3 വർഷത്തിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ലേ, പിന്നീട് എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അച്ഛൻ അമ്മേനെ വിവാഹം കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ ജീവിക്കുകയാണ്. ഞങ്ങളവിടെ കുറച്ച് ഡിസൈനിങ് കമ്പനീസും അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലേഴ്സിൻ്റെ ഡിസൈനിങ് പ്രൊജക്റ്റും അങ്ങനെ പല പല ഡിസൈൻസ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല, ദിവാകരൻ എവിടെയും ചോദിക്കുമ്പം അച്ഛൻ മരിച്ചു 3-4 വർഷം മുമ്പാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പേ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതാ, മൂർത്തീസ് ജ്വല്ലറി ആയിട്ടുള്ള മൂർത്തിയായിട്ട് കണക്ഷൻ ഒരിക്കലും വിടാൻ പാടില്ല, അവിടുത്തെ ജ്വല്ലറീസിൽ നിന്നും സ്വർണ്ണമൊക്കെ ഇടയ്ക്ക് വാങ്ങുകയും അവിടുത്തെ ഡിസൈൻസ് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന്. അത് മാത്രമല്ല അവിടുത്തെ എന്തോ സ്പെഷ്യൽ ഡിസൈൻസൊക്കെ ഉണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയാണ്. ഇവിടെ മാത്രമല്ല അബുദാബിയിലൊക്കെ ഞങ്ങൾക്ക് ഷോപ്പുണ്ട് എന്നവർ പറയുന്നുണ്ട്. ആഹാ, എന്തായാലും നല്ല കാര്യമായി, അവൻ ഇത്രത്തോളം വളർന്നറിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കാണാമായിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം ഇത്രയും വർഷമായിട്ടെന്താ നിങ്ങൾ കാണാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ അതിനുശേഷം ഓരോ ബിസിനസ്സിൻ്റെ ഓരോ തിരക്കായിരുന്നു. അച്ഛൻ്റെ പേരിലുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും പിന്നീട് ഞങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് പാടുപെട്ടു. ഒരു ചെറിയ അബദ്ധങ്ങളുണ്ടായാൽ മൊത്തം ഫ്ലോപ്പ് ആവില്ലേ, അത് പേടിച്ച് ഓരോ നീക്കങ്ങളും ഞങ്ങൾ സൂക്ഷ്മമായിട്ട് വച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴാണ് എല്ലാം ഒന്ന് റെഡിയായി എന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും നന്നായി, ഇങ്ങനെ വേണം മക്കളായാലേ എന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവരെ ഇതാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട്. നയനയെ സമയത്ത് എല്ലാവർക്കും കൊണ്ട് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർ കുടിച്ചു വരുന്നുണ്ട് നല്ല അടിപൊളി ചായ. എന്തായാലും ഞങ്ങളിങ്ങനെ ബിസിനസ് പരമായിട്ട് എന്നും തിരക്കായിരിക്കും, വീട്ടിൽ നിന്ന് ഫുഡ് കഴിപ്പ് തന്നെ കുറവാണ്, ഏതിലൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം നയന പറയാണ്, വിഷമിക്കണ്ട, ഇവിടെ നിങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാരാ സാറേ എന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ മൂത്ത കൊച്ചു മരുമോള എന്ന് പറയുന്നുണ്ട്. അതായത് ആദർശിൻ്റെ വൈഫ് ആണോ എന്ന് ചോദിക്കണവർ അതേ എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ നയന അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ജലജ പറയണ, കണ്ടില്ലേ ഏട്ടത്തി, അവളെ പുകഴ്ത്താൻ പറ്റിയ ഒരവസരവും മിസ്സാക്കുന്നില്ല. എല്ലാവരും മുമ്പിൽ ഓടിക്കൊണ്ട് ചായ കൊടുത്താൽ മുത്തശ്ശൻ അവളെക്കുറിച്ച് പുകഴ്ത്തുമല്ലോ, അതിന് അവൾ ഓടിച്ചില്ലെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് ഡിസൈൻസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, വരൂ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആകാം ഇനി ഡിസൈൻസിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പറയാണ്, ഇത്രയ്ക്ക് സൂപ്പർ ഫുഡ് ഈ അടുത്ത കാലത്ത് എങ്ങും കഴിച്ചിട്ടില്ല. പണ്ട് ഞങ്ങളുടെ അമ്മയുള്ള കാലത്തെങ്ങാണ്ടാണ് ഇങ്ങനെ ഫുഡ് കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അതാണ് എൻ്റെ കൊച്ചു മരുമകളുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നയനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം അവർ ഡിസൈനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഡിസൈൻ അവരിങ്ങനെ പ്രൊജക്റ്റിൽ നിന്ന് കാണിക്കുകയാണ്. അപ്പോഴേക്കും അഭിയും ഉണ്ടാവും അവിടെ. പവിത്രനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പവിത്രയും അഭിയും കൂടി ചെയ്ത ഡിസൈൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശം ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കമ്പനിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഒന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞൊരു കാണിക്കുമ്പം, അല്ല ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ മോഡേണൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു യൂണിക്കായിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവർ പറയാണ്. എങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി വരയ്ക്കാമെന്നും പറഞ്ഞിട്ട് പവിത്രയും അഭിയും അതുപോലെ മറ്റുള്ള ആദർശമൊക്കെ കൂടി വരയ്ക്കുന്നുണ്ട്. ഇതേ സമയത്ത് നയനയുടെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ നവ്യയായിട്ട് നയന നല്ല കൂട്ടാവും കേട്ടോ. നവ്യ പറയാണ്, നീയും പോയി വരയ്ക്ക് നയന എന്ന് പറയുമ്പോൾ, എന്തിനാ അതൊക്കെ അവർ 3 പേരൊന്നും വരയ്ക്കുന്ന കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ, അതുപോലാണ് നിൻ്റെ ഡിസൈൻസ് അവരൊന്ന് കാണട്ടെ, എല്ലാവരും ഞെട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇപ്പം തന്നെ ഞാൻ ജോലി ചെയ്ത് ഒരുപാട് ടയേർഡാണെന്ന് പറയുമ്പോൾ, നീ സാരിൽ നീ ശ്രമിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അപ്പോൾ തന്നെ ആ നവ്യ പറഞ്ഞ പ്രകാരം പോയിരുന്ന് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇവരിങ്ങനെ മുത്തശ്ശനായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സമയം പോവുകയാണ്. അങ്ങനെ ഏകദേശം 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 1 മണിക്കൂറൊക്കെ കഴിയുന്നുണ്ട്. ഈ സമയത്ത് ഇവർ 3 ഡിസൈൻ വീണ്ടും കൊണ്ട് കാണിക്കാൻ ഇപ്പോൾ ഇവർ കുറേ ഡിസൈൻസ് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഈ വന്ന 2 പേരും നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അവർ പറയാണ്, ആദർശ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻസ് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഡിസൈൻസ് എപ്പോഴും യൂണിക് ആയിരിക്കണം, അതുപോലെ തന്നെ മോഡേൺ ട്രഡീഷണൽ എല്ലാം വേണം. അതായത് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് അവൾ ധരിക്കുന്ന ആഭരണം അവൾക്ക് മോഡേണായിട്ട് ഫീൽ ചെയ്യുകയും കാണുന്നവർക്ക് അത് നല്ല ട്രഡീഷണൽ ടച്ച് തോന്നിക്കുകയും വേണം. അത് യൂണിക് ആയിരിക്കണം. അങ്ങനെയുള്ള ഡിസൈൻസാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും ബാക്കി എല്ലാവരും സാഡായിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നയന അവൾ വെച്ച് ഡിസൈനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും മാതൃ ചെയ്യുന്ന നയനെ നോക്കിയിട്ട്, വേണ്ട പോക്കോ, നീ ഇനി ഡിസൈൻസ് ഒന്ന് വരച്ച് കുളവാക്കിയവരെ ഒന്നുകൂടി വെറുപ്പിക്കണ്ട എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ അവിടെ നിന്ന് ഈ ആദർശ് വഴക്ക് പറഞ്ഞൊക്കെ കേട്ടിട്ട് നവ്യ ആ പേപ്പർ മേടിച്ചിട്ട്, ദാ മുത്തശ്ശ, ഇത് നയന വരച്ച ഡിസൈൻസാ, ഇതൊന്ന് നോക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ഈ നയനയുടെ നിന്ന് ഡിസൈൻസ് മേടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ അവളോട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നവ്യ ഇടയ്ക്ക് കയറി മേടിച്ചു കൊടുക്കുന്നത്. ഈ ഡിസൈൻസ് അവരെ കാണിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞില്ലേ ആ കോളത്തിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്, അത് തന്നെയാണ് ഈ ഡിസൈൻസിലും. സർവ്വ ദൈവങ്ങളെയും ഈ ഒരു ഡിസൈൻസിൽ കൊണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിടുന്ന ഒരു കല്യാണ പെണ്ണിന് അവൾക്ക് ഉറപ്പായിട്ടും അവൾക്ക് ഐശ്വര്യം ജീവിതകാലം മുഴുവനും ഉണ്ടാവും. അത്രയ്ക്ക് ഐശ്വര്യമാണ് നയന വരച്ച ഈ ഡിസൈൻസിലുള്ളത്. അത് മാത്രമല്ല ഇത് യുണിക്കുമാണ്, ഇത് മോഡേൺ ലുക്കും ഉണ്ട്. ഈ ഡിസൈൻസാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയാണ്. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിക്ക് മൂർത്തി സാറിനൊക്കെ ഒരു അസറ്റാണ് നയന എന്ന ഈ മരുമോൾ എന്ന് പറയാണ്. അപ്പോഴേക്കും എല്ലാവരും കണ്ണിക്കടിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അത് പവിത്രയും അഭിയും ജലജയും ദേവ്യാനിയൊക്കെ ജാനകി പറയുന്നുണ്ട്, അതങ്ങനെ മോൾ എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു ഐശ്വര്യം ഉണ്ടാവും, അതിനൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും. മോളെ വലിയൊരു ഡിസൈനറാ, സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, ഒരിക്കലും മോളുടെ ഈ കഴിവൊന്നും നിർത്താൻ പാടില്ല, മൂർത്തീസ് ജ്വല്ലറിയിലെ വലിയ ഡിസൈനറായിട്ട് തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ സാറ് പറ, ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടി വിട്ടു തന്നാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഷോപ്പിൻ്റെയൊക്കെ വേണമെങ്കിൽ ഹെഡ് ഡിസൈനർ തന്നെ ആക്കാം. ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്തൊരു ശമ്പളം തന്നെ ഞങ്ങൾ കൊടുത്തോളാം. മൂർത്തീസ് ജ്വല്ലറി വന്നിൽ ഇങ്ങനെ പറയുന്നതിൽ വേറൊന്നും വിചാരിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ്, ഇല്ല, ഇത്ര ഒരു അസറ്റ് ഞങ്ങൾ ഒരിക്കലും വിട്ടുകളയില്ല, വേറെ ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ നൽകത്തുമില്ല. എൻ്റെ കൊച്ചു മരുമോൾ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണം, അതാണ് ഐശ്വര്യമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വന്ന് എന്തായാലും വെറുതെ ആയി പോയില്ല, ഈ ഡിസൈൻസൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഞങ്ങളിതാ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൽ എത്രയും പെട്ടെന്ന് ആദർശ് ഒപ്പ് വെക്കണം, അതിനുശേഷം ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് പോകാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അതിലൊക്കെ ഒപ്പുവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അത്ര നല്ല പ്രൊജക്റ്റ് കിട്ടി. മുത്തശ്ശൻ പറയാണ്,
ആദർശ് ഇതിന് പ്രോഫിറ്റ് അല്ല എനിക്ക് വലുതായി തോന്നിയത്. എൻ്റെ പഴയകാല സുഹൃത്ത്, എന്നെ ഒരുപാട് സഹായിച്ചൊരു സുഹൃത്ത്, അവൻ്റെ മക്കൾക്ക് അവരാഗ്രഹിച്ചൊരു ഡിസൈൻ കിട്ടിയപ്പം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു തൃപ്തി തോന്നുന്നു. അവനെ നേരിൽ കണ്ടൊരു തൃപ്തി തോന്നുകയാണ്. അതിനൊക്കെ എന്നോട് എനിക്ക് സഹായിച്ചത് എൻ്റെ നയനമോളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ, ആർക്ക് സാധിക്കാത്ത കാര്യം വരെ നയനമോളെ കൊണ്ട് സാധിച്ചു എന്ന് പറയുമ്പോഴേക്കും ദേവേനിക്കൊക്കെ ഭയങ്കര കണ്ണി കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വരാനുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.